ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചത് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എക്സസിന് വേണ്ടിയിട്ടാണ്. അത് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നതിനും പ്രശ്നമാണ്, വിദേശികൾക്ക് തിരിച്ചു കൊടുക്കുക. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ നിയമങ്ങൾ ബാധകമല്ല വിദേശികളെ സംബന്ധിച്ചിട്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ RBIയുടെ ഗൈഡ് ലൈൻസ് പൂർണ്ണമായി അവർ പാലിക്കണം നിർബന്ധമില്ല. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബാങ്ക്സിന് മാത്രമേ അവരുടെ പുറത്ത് കൺട്രോൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു വിദേശ നിക്ഷേപകർ വന്ന് ഇന്ത്യയിലെ ബാങ്കുകളെ വിദേശവൽക്കരിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിലെ നിയമങ്ങളൊന്നും പാലിക്കണം നിർബന്ധമൊന്നുമില്ല. അവരുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അവരുടെ രീതിയിലുള്ള ബിസിനസ്സാണ് ഇന്ത്യയിൽ അവർക്ക് നടത്താൻ പറ്റുക. ഇപ്പോൾ ഏതൊക്കെ ബാങ്കുകളാണ് ഇങ്ങനെ വിദേശ കുത്തകൾക്ക്? ഓൾറെഡി നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് അനുഭവമുള്ളത് CSB ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിനെ CSB ബാങ്കാക്കി മാറ്റിക്കൊണ്ട് ഫെയർഫാക്സ് കമ്പനി അത് ഏറ്റെടുത്തിരുന്നു. അതുപോലെ തന്നെ RBL ബാങ്കിലേക്ക് ഇപ്പോൾ രത്നേക്കർ ബാങ്ക് ലിമിറ്റഡിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. യെസ് ബാങ്ക് എന്നൊരു ബാങ്ക് തന്നെ ഇപ്പം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ലക്ഷ്മി വിലാസ് ബാങ്ക്, ഈ ഫെഡറൽ ബാങ്കിലേക്ക് ഒരു വിദേശ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന വിദേശ കമ്പനി ഏകദേശം 10% ഓഹരികൾ എടുത്തുകൊണ്ട് അതിലേക്ക് കയറി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പല ബാങ്കുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും വിദേശ നിക്ഷേപം ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ചായിട്ട് നമ്മളുടെ ഷെയറുകൾ വിദേശ കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ ആ ബാങ്കിങ്ങിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഇന്ത്യക്ക് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സാണ്, അല്ലെങ്കിൽ നമ്മളുടെ നാടിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സാണ് നമ്മളുടെ ദേശസാൽകൃത ബാങ്കുകളിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്യുവർലി ഒരു ഫോറിനൈസ്ഡ് പ്രോഡക്റ്റായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് കോർപ്പറേറ്റ് കമ്പനീസിന് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലുള്ള പ്രോഡക്ട്സ് മാത്രമാക്കിക്കൊണ്ട് പ്രോഫിറ്റ് മുൻകണ്ടുകൊണ്ടാണ് വിദേശ ബാങ്കുകൾ മുന്നോട്ട് വരുന്നത്.